ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പാളയത്തിൽ പട എന്ന് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസിനെതിരെ ശബ്ദമുയർന്നു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായി നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഡെയിലി സോഷ്യൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വരുന്ന ഈ ഭരണത്തിന് ഇടങ്കോലിടാൻ പ്രതിപക്ഷത്തിന് ഈ ജന്മത്ത് സാധിക്കുകയില്ല എന്ന മട്ടിലാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. അപ്പോഴാണ് അതാ വരവായി വനമാല എന്ന രീതിയിൽ നമ്മുടെ പഴയ ഗാന്ധി മാർഗം രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയെ അടിച്ച് പദം വരുത്തിയ അതേ ആൾ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന് തണലായി തൻ്റെ പാളയത്തിൽ തന്നെ പടയൊരുക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത്, VM സുധീരൻ എന്ന ഗാന്ധിയൻ്റെ മാർഗമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം മദ്യനയത്തിൻ്റെയും വില കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപാദിച്ചതിൻ്റെ ബാക്കിയെന്നോണം ഇന്നലെ VM സുധീരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നീളത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കരിമണൽ ഖനനത്തിന് വളം വെച്ച് കൊടുക്കരുതെന്നും മദ്യവ്യാപനത്തിനെ തടയണമെന്നും പറഞ്ഞു തന്നെയായിരുന്നു. ഒരു കാരണവശാലും മദ്യവ്യാപനം നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്ന ഒരു സന്ദേശം കൂടിയാണ് VM സുധീരൻ ഈ വാക്കുകളിലൂടെയും ഈ പോസ്റ്റിൽ കൂടിയും പറഞ്ഞിരിക്കുന്നത്. ഈ പുള്ളി കോൺഗ്രസിന് തന്നെ പാരയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് തുടർ ഭരണം കിട്ടാതെ പോയതിൻ്റെ മുഖ്യ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമൻറ്റുകളിൽ മുഴുവൻ ഈ പുള്ളി ആയിരുന്നു എന്നാണ് എഴുതി കാണുന്നത്. അതിന് തുല്യമായി തന്നെയാണ് ഇപ്പോഴും പുള്ളി പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പം പിണറായിയും പ്രതിപക്ഷത്തിനും ചുമ്മാതിരുന്നാൽ മാത്രം മതി, ഈ പുള്ളി വടിവാളും എടുത്ത് രംഗത്ത് വരുമെന്ന് നിസ്സംശയം നമുക്ക് കരുതാം. അപ്പോൾ VM സുധീരൻ ഗാന്ധിയനായ മദ്യവർജിയായതുകൊണ്ട് തന്നെ ഈ മദ്യത്തിനെതിരായ ബാറുകൾ പൂട്ടണമെന്നുള്ള കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയും സതീശൻ ഒരു വാരയായി മാറുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിലെ മുഴുവൻ കമൻറ്റുകളും. VM സുധീരൻ്റെ പോസ്റ്റിന് താഴെയുള്ള 1-2 കമൻറ്റുകൾ കൂടി നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് VM സുധീരൻ ആഞ്ഞടിച്ചതാണ്. അതിൻ്റെ ഫലമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം നഷ്ടമാകാൻ കാരണമായത്. LDF ഭരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മൗനിബാബ ആയിരിക്കും. ഇപ്പോഴിതാ ഇടങ്കോലുമായി വന്നിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുണ്യാളൻ പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ആരേലും മുതിർന്ന നേതാക്കൾ ഈ മനുഷ്യനെ വിളിച്ച് ഒരു ഉപദേശം കൊടുത്താൽ നല്ലതായിരുന്നു. 10 വർഷം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സഹാക്കൾ ഇന്നലെ കേരളം മൊത്തം കലാപം സൃഷ്ടിച്ചു. ഇയാൾ എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞു? പോലീസ് ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന പാപം ഉമ്മൻചാണ്ടിയെപ്പോലെ സഹിച്ചു VD സതീശൻ ഇരിക്കില്ല. ക്ഷമ നശിച്ചാൽ താൻ പോടോ എന്ന് പറയും. പ്രായമായ താനൊക്കെ കുറച്ച് പക്വത കാണിച്ചാൽ നല്ലത്. ഇനി കോൺഗ്രസ്സുകാർ പ്രതിപക്ഷത്തിനെ അല്ല ഭയപ്പെടേണ്ടത്, കോൺഗ്രസിൽ തന്നെയുള്ള ഈ പ്രതിപക്ഷ നേതാവിനെ ഭയപ്പെട്ടാൽ മതി എന്നാണ് ഇതിന് അർത്ഥം. ഇനിയും വരും ദിവസങ്ങളിൽ സതീശൻ ഭയപ്പെടേണ്ട വിഷയവും മാന്യൻ്റെ പ്രതിരോധമായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.